ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഓവറോൾ ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമ്മൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. Queen of Swords, Wheel, Nine of Pentacles, Ace of Swords, Six of Pentacles, Four of Wands, Strength, Princess of Cups, Hermit, Two of Swords, Devil, Eight of Wands, Death, Chariot, Seven of Swords, Nine of Wands, King of Pentacles. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം, ദ മൂൺ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ വോയിസിന് ക്ലാരിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് അത്രയും ഹൈ ആയിട്ട് സംസാരിക്കാനായിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ മൈക്കിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കുഴപ്പമില്ലാതെ തന്നെ കേൾക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊരു വോയിസിന് പ്രശ്നം ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. ആ ഒരു ഫെമിനിൻ എനർജിയാണ് വളരെ ഹൈ ആയിട്ട് കയറി നിൽക്കുന്നത്. ഒരു പക്ഷേ ഒരു സിംഗിളായിട്ടുള്ള പേഴ്സൺ, അല്ലാന്നുണ്ടെങ്കിൽ വിഡോ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയായിരിക്കാം. അതായത് മൊത്തത്തിലൊരു കൺട്രോളിങ് എനർജി ആയിട്ടാണ് നമുക്ക് അവരെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി നമ്മൾ പറഞ്ഞ പോലെ ഒരു ഡോമിനേഷൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിലും അത് കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ പല രീതിയിലും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഉള്ളൊരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇതെങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇവരുടേതെങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്കെല്ലാം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഉള്ളൊരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ഇവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതൊക്കെ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു നമുക്കൊരു ചില വ്യക്തികളോട് കടപ്പാടുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഊരിപ്പോരാൻ കഴിയാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവാം. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, കുറച്ച് വ്യക്തികൾക്കെങ്കിലും ആ ഒരു മണി മാറ്റർ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കുറച്ചൊരു പിടിവാശിയുള്ള, ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള, ഡൊമിനേറ്റിംഗ് നേച്ചർ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്. നമ്മൾ വെട്ടെന്ന് തുണ്ടവനുണ്ടെന്ന് പറയില്ലേ, ചില കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കുമ്പോൾ അത്രയും ഷാർപ്പായിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം. അതായത് പെട്ടെന്നൊക്കെ അവരെ ഹൈഡ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ കണ്ണ് വെട്ടിക്കാനോ ഒന്നും കഴിയാത്ത തരത്തിൽ അത്രയും ഷാർപ്പായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജിയും കൂടി നമുക്കിവിടെ നല്ലതുപോലെ കാണാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ചയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതായത് നമുക്കൊരു റിന്യൂവൽ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്.
പക്ഷേ അങ്ങനെയുള്ളൊരു റിന്യൂവൽ നമുക്കിവിടെ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എനർജി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹൈഡിങ് എനർജി നമുക്ക് കാണാം. അതുമാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാം. നമ്മൾ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഒരു കാര്യലാഭമുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളുള്ളത് കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് വേണം പറയാൻ. അല്ലാതെ ഇതിനകത്ത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ അങ്ങനെയുള്ള ഒരു കാർഡ്സും നമുക്ക് അത്രയും ഷാർപ്പായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഒരു ഡെപ്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും അത് വേറെ പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈവൻ നമ്മളുടെ ഫാമിലിയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അതെന്തെങ്കിലും ഒരു കാര്യലാഭം ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു വ്യക്തിയെ കേൾക്കുന്നു, അനുസരിക്കുന്നു, അവരോട് ഒരുമിച്ച് പോകുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ആത്മാർത്ഥതയില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഇവിടെ വളരെ ഷാർപ്പായിട്ട് തന്നെ കാണാം. ഇനി തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ വലിയൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ പൊതുവേ ആ ഒരു വ്യക്തിയുടെ നേച്ചർ എല്ലാവരെയും ഒന്ന് കൺട്രോൾ ചെയ്ത് എൻ്റെ ഒരു ഭരണത്തിന് കീഴിലായിരിക്കണം എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഏത് റിലേഷൻഷിപ്പിലും ആ ഒരു പ്രവണത അവർ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് അടിച്ചമർത്തി വെക്കുക എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെയുള്ളൊരു ഇതിവിടെ കാണാം എന്നല്ലാതെ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ അറ്റാച്ച്മെൻ്റ് ഒന്നും നമുക്കിവിടെ വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് അവരുടെ അമ്മയായിരിക്കാം. പക്ഷേ കൂടുതൽ വ്യക്തികൾക്കും ചിലപ്പോൾ ഇതൊരു മറ്റൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവരുടെ ഒരു എക്സ് ആ ഒരു രീതിയിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏതൊക്കെയോ തരത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട, ഫാമിലിയിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. അല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു തേർഡ് പാർട്ടി എനർജിക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഇവരുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, വിചാരിച്ചതുപോലെ നടത്തിയെടുക്കണം, അല്ലെങ്കിൽ അത്രയും ഒരു കൺട്രോളിങ് നേച്ചറൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു ഉഴപ്പ് കാണിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴയ ഒരു അറ്റാച്ച്മെൻറ്റിൽ അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം തീർച്ചയായിട്ടും ഇതിനകത്ത് എത്രത്തോളം ഒരു സ്ട്രെങ്തൻ ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒന്ന് റിന്യൂ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എനർജി അല്ല, സ്റ്റക്നെസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു തരം സ്റ്റക്നെസ്സിലാണ് ഈ ഒരു ബന്ധത്തിലുള്ളത്. ഒരു ബന്ധനം എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അത് ഫിസിക്കലി ഉള്ളതല്ല, മാനസികമായിട്ട് നമുക്ക് ചില കാര്യങ്ങളിൽ അത്രയും തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും തുടരേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ടോ ഭയം കൊണ്ടോ മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സ്റ്റക്നെസ് ആണ്, ഒരു തൃപ്തി ഈ ഒരു പേഴ്സൺ ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത്. എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്ന ഈ ഒരു സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതൊരു ചോയ്സും കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവാം. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള എനർജി എങ്ങനെയാണ് ഇപ്പോൾ എന്നുള്ളത് നമ്മൾ ഇവരുടെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. എങ്കിലും ഈ പറഞ്ഞ സ്റ്റക്നെസ്സിൽ ഈ ചോയ്സ് എനർജി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളും ഒരു കാര്യം ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇവർ തമ്മിൽ നടക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇവർ വീണ്ടും ഒന്ന് റിന്യൂ ആയിട്ട് വന്നതാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ അവർ പൂർണ്ണമായിട്ട് തൃപ്തികരമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ല എന്നുള്ളത് നമുക്ക് കാണാം. മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു സ്റ്റക്നെസ്സാണ്, പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് വളരെ കാര്യമായിട്ട് കാണാം. ഇനിയിപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസും കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവാം. അപ്പോൾ അതും കൂടി കൊണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു സ്റ്റക്നെസ് മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റക്നെസ് ഓപ്പണായിട്ട് തേർഡ് പാർട്ടിയോട് മുമ്പിൽ കാണിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കോൺഫ്ലിക്റ്റ്, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് നമ്മൾ കാണാറുണ്ട്. ചില സ്പ്രെഡൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് വരാം, ഭയങ്കര ശക്തമായിട്ട് പ്രതികരിക്കുന്ന. പക്ഷേ ഇവിടെ അത്രയും ശക്തമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പ്രതികരിക്കണമെന്നില്ല. ഇവരുടെ ഒരു കൺഫ്യൂഷൻസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റക്നെസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇവരുടെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആയിരിക്കണം. ഇതൊന്നും തേർഡ് പാർട്ടിയോട് ഇവർ എക്സ്പോസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം അതിനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ഗഡ്സ് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ലാസ്റ്റ് റോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സഡൻ ആയിട്ടുള്ള എന്തോ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ചില കാര്യങ്ങൾ ഇതിനകത്ത് പെട്ടെന്നുള്ളൊരു മാറ്റം
ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ പേഴ്സണ് അത്രയധികം തൃപ്തികരമായിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മനസ്സിനകത്തുള്ള ആ ഒരു അതൃപ്തിയും വെച്ചുകൊണ്ടാണ് ഇവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു കൺട്രോളിങ് നേച്ചർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എന്താ, ഒരാൾ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു, ഒരാളൊന്ന് താഴ്ന്നു നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥയിലാണ്. പക്ഷേ പെട്ടെന്ന് എന്തൊക്കെയോ മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സെൽഫ് സെൻറ്റേർഡ് മോഡിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു പക്ഷേ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ അകൽച്ചയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അകൽച്ച ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ള തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഒരു പിടിമുറുക്കിയിരിക്കുന്ന പോലത്തെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ അങ്ങനെ ഈസി ആയിട്ട് ഫ്ലറിഷ് ചെയ്യാനൊന്നും സമ്മതിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സ്റ്റക്നെസ്സിലാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊന്ന് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് മാറിയതായിട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി ഹൈഡ് ചെയ്ത ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ചീറ്റിംഗ് സംഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ഇവരറിയാതെ ചെയ്യുന്നുണ്ട്, കള്ളങ്ങൾ പറയുന്നുണ്ടാവാം. അങ്ങനെയുള്ളൊരു എനർജി, അതായത് സ്വന്തമായിട്ടൊന്ന് സ്റ്റാൻഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ആ ഒരു എനർജി തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. കുറച്ചൊരു സെൽഫ് സെൻറ്റേർഡാ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹം എന്താണോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആവശ്യം എന്താണോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, നേരെ മുൻപിൽ നിന്ന് പ്രത്യക്ഷത്തിൽ പല കാര്യങ്ങളും ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയണമെന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ പറയില്ലേ, അണ്ടർഗ്രൗണ്ടിലൂടെ ചരട് വലിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചൊരു ടാക്ടിക്സ് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ എവിഡൻ്റ് ആയിട്ട് അവരോട് പ്രത്യക്ഷത്തിൽ കലഹിച്ചോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വലിയൊരു അടി ഉണ്ടാക്കിയിട്ടോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചീറ്റിംഗ് എനർജി നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കഴിവതും ആ ഒരു പേഴ്സൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്തതുപോലെ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് അങ്ങനെയല്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കടക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു കൺട്രോളിങ് എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടും സ്വന്തമായിട്ടൊന്ന് അവരുടെ ഒരു സ്റ്റാൻഡിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും ഇതിനു മുൻപ് ശ്രമിച്ചിട്ടുണ്ടാവണം. ഇതിനു മുൻപും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണണം. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. ഇവിടെയും നമുക്ക് അത് തന്നെയാണ് കാണാനായിട്ട് കഴിയുന്ന ഒരു സ്റ്റക്നെസ് ഈ ഒരു പേഴ്സണ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തേക്ക് കടക്കാനായിട്ട് അവരെ ഒന്ന് പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റക്നെസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു കടപ്പാടോ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, ഇങ്ങനെ എന്ത് കാരണം കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ആവാം. എത്രയൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ പെട്ടുപോകുന്ന ഒരവസ്ഥ ഇവർക്ക് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ളതും ആ ഒരു മൂൺ എനർജിയാണ്. വല്ലാത്തൊരു കൺഫ്യൂഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യക്കുറവ്, ആങ്സൈറ്റി, ഫിയർ ഒക്കെ നമുക്ക് ആ ഒരു എനർജിയിലും കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിപ്പോൾ ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അത്ര വലിയൊരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് മാത്രമല്ല, അവരോടത് പ്രകടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് വളരെയധികം അതൃപ്തമായിട്ടുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുക എന്ന് പറയില്ല, ആ ഒരു സ്ട്രാറ്റജിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലുള്ളത്. ഒരു പക്ഷേ തേർഡ് പാർട്ടിക്ക് തോന്നിയേക്കാം അവരുടെ ഒരു കീഴിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്, അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തി അങ്ങനെയല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് അറിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി ക്ലിയർ ആയേക്കാം. അല്ല, ഇനിയിപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത വ്യക്തിയാണ് നിങ്ങൾക്ക്, പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങൾ നേരത്തെ അറിയാം, ഇതുപോലെ വളരെ സ്ട്രോങ്ങും പിടിവാശിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇനി എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഓവറോൾ ആയിട്ടൊന്ന് എടുത്തു നോക്കാം.
Nine of Swords, the World, Eight of Wands, Ace of Wands, ടെമ്പറൻസ്. നമ്മൾ 5 കാർഡ്സ് ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഒരു നോ കോൺടാക്റ്റിൽ പോകുന്നവരായിരിക്കാം നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ നോ കോൺടാക്റ്റിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും റീസെൻ്റായിട്ട് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. കുറച്ച് പേർക്കെങ്കിലും കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ആ ഒരു കോൺടാക്റ്റോ കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതിവിടെ മാത്രമല്ല, നമ്മൾ നേരത്തെ തേർഡ് പാർട്ടി റീഡിങ്ങിലും നമ്മളവിടെ കണ്ടതാണ്. ഈ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തം വഴിയിലേക്ക് തിരിയാനായിട്ട് ഒരു താല്പര്യം കാണിക്കുന്നുണ്ടെന്നുള്ളത്. അത് ഒരുപക്ഷെ നിങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെയും കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാം. ഈ ഒരു പേഴ്സൺ തീവ്രമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കാല് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ പോയൊരു വ്യക്തിയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്, അവർ നോ കോൺടാക്റ്റ് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇവർ ചിന്തിക്കുന്നത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ബുദ്ധിമുട്ടല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലപ്പോൾ പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ നമുക്ക് കാണാം ആ ഒരു നൈറ്റ് മെയർ പോലെ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ട്. അതിന് ഒരു എൻഡിങ് വരാനായിരിക്കുന്നു, ഒരു ക്ലോഷർ സംഭവിക്കാനായിട്ട് പോകുന്നു. നമ്മൾ പറയില്ലേ, ഇനി നമ്മൾ ഇത്ര നാൾ അനുഭവിച്ചതുപോലെയല്ല, അതിൻ്റെ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും ദുരനുഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദുരിതകാലം കഴിയാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്കുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അല്ലെങ്കിൽ അത്രയും ആ ഒരു എത്ര പേടിയാണ് അല്ലെങ്കിൽ എത്ര ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേവറി നമുക്ക് ആ ഒരു എനർജിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഒരു ഹാർമണി അല്ലെങ്കിൽ ബാലൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർക്ക് ആ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സമാധാനം, ആ ഒരു കംഫർട്ട്നെസ് ഒക്കെ കിട്ടുന്നത് നിങ്ങളുടെ അടുത്ത് നിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സമാധാനവും ശാന്തമായിട്ട് പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് തന്നെ. പക്ഷേ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു റഷില്ല. ഇവിടെ നമുക്കൊരു പേഷ്യൻസ് എനർജിയും കൂടി കാണാം. എത്ര തിടുക്കമാണെന്നുണ്ടെങ്കിലും ഒരു സാവകാശം മനസ്സിന് കൊടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോടുള്ള ഒരു എനർജി നോക്കുമ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തേർഡ് പാർട്ടി മൂലമാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജിയിൽ നിന്ന് നമുക്ക് അതാണ് കാണാനായിട്ട് കഴിയുന്നത്. തേർഡ് പാർട്ടിയോടുള്ള പേടി കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പെട്ടുപോയത് കൊണ്ടൊക്കെ മനസ്സിലുള്ളൊരു ഇഷ്ടത്തിൽ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നതും സ്ട്രോങ് തേർഡ് പാർട്ടി തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.